വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിരുന്നത് പറഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അത് സിമ്പിളായിട്ടുള്ള ഡ്രൈവർ, കുക്കിംഗ്, മാനേജർ, സീനിയർ മാനേജർ എന്ന് തുടങ്ങിയ കുറേ പോസ്റ്റിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ അവർ ക്ഷണിച്ചിട്ടുണ്ട്. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് ബേസിലുള്ളതാണ്. എന്ന് വെച്ചാൽ 56 ദിവസം, 1 വർഷം അല്ലെങ്കിൽ 2 മാസം അങ്ങനത്തെ കോൺട്രാക്ട് ബേസിലുള്ള ജോബുകളുണ്ട്. അതല്ലാതെ നമുക്ക് പെർമനൻ്റായിട്ട് ചെയ്യാവുന്ന ജോബുണ്ട്. അതും നമുക്ക് എക്സാം ഒന്നുമില്ലാതെ നമുക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അവരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് അപേക്ഷയൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ നേരിട്ട് ആ ഓഫീസിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ആ പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുക, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് ഡയറക്റ്റ് ജോലി നേടുക. അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട്. അപ്പം അങ്ങനത്തെ പല കാറ്റഗറിപ്പെടുന്ന ജോബാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അതിനകത്തൊക്കെ എങ്ങനെയാണ് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇൻ്റർവ്യൂ ആണോ അതോ എക്സാം ഉണ്ടോ ഇല്ലയോ എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ആദ്യത്തെ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞാൽ സീനിയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു ജോബ് വേക്കൻസിയാണ്. ബിടെക് അല്ലെങ്കിൽ സിവിൽ മെക്കാനിക്കൽ പഠിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് കോൺട്രാക്ട് ബേസിലായിട്ടുള്ള അപ്പോയിൻമെൻ്റാണ് വരിക. നമുക്ക് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡിസൈൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് വാട്ടർ സപ്ലൈ പ്രോജക്റ്റ്. അപ്പോൾ വാട്ടർ പ്രോജക്റ്റുമോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങുമായിട്ടോ 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ വേക്കൻസി വന്നിരിക്കുന്ന മൂന്ന് വേക്കൻസികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒന്ന് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റ് ട്രിവാൻഡ്രം, അവിടെ ആയിരിക്കും പോസ്റ്റിംഗ് വരിക. അതുപോലെ തന്നെ ഇടുക്കിയിലും മലപ്പുറം അങ്ങനെയാണ് വരുന്നത്. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെ കീഴിൽ തിരുവനന്തപുരം, മലപ്പുറം, ഇടുക്കി എന്നീ 3 സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് പോസ്റ്റിംഗ് കിട്ടുക. പിന്നെന്താ വെച്ചാൽ പെർ മന്തിൽ നമുക്ക് 37,000 രൂപയായിരിക്കും കിട്ടുക. അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. അപ്പം ആദ്യത്തെ ജോബ് വേക്കൻസി വരിക സീനിയർ മാനേജറാണ്. അതിന് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന പോലെ 3 വേക്കൻസികളുണ്ട്. നമുക്ക് തിരുവനന്തപുരം, തൃശ്ശൂർ, പിന്നെ മലപ്പുറം, ഈ 3 സ്ഥലങ്ങളിലായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അപ്പം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽസ് പറയാം. അതിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു വേറൊരു ജോബ് വേക്കൻസിയാണ് മാനേജർ. ടെക്നിക്കൽ മാനേജറാണ് പോസ്റ്റ് വരുന്നത്. ബിടെക്, സിവിൽ, മെക്കാനിക്കൽ ഇതിലേതെങ്കിലും പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതും കോൺട്രാക്ട് ബേസിലാണ് വരിക. 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഒരു വേക്കൻസിയേ ഉള്ളൂ. ഇതിൽ റീജിയണൽ പ്രോജക്റ്റ് മാനേജ് യൂണിറ്റ് മലപ്പുറത്താണ് അത് പോസ്റ്റ് വരിക. 45,000 രൂപയാണ് പെർ മന്തിൽ സാലറി വരിക. അപ്പം താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു വെബ്സൈറ്റ് കൊടുത്തേക്കാം. www.jalanathi.kerala.government.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു അഡ്രസ്സുണ്ടോ, ആ അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സെൽഫ് അറ്റാച്ച്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. ഏജ്, കാസ്റ്റ്, എക്സ്പീരിയൻസ് ഇതൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ 31 ജൂലൈക്ക് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം, അയക്കണം, അവിടെ എത്തണം. അങ്ങനെ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ അയക്കാനായിട്ട്. നമുക്ക് ഇതിൽ ഏജ് എന്ന് പറയുന്നത് 58 വയസ്സ് താഴെയുള്ള ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. നേരത്തെ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞാൽ കുക്കിൻ്റെ വേക്കൻസിയാണ്. കോഴിക്കോടിലെ വളയം പഞ്ചായത്തിൽ കല്ലുനിരയിലെ KP6 ബാറ്റലിയനിലാണ് കുക്കിൻ്റെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നത്. 2 വേക്കൻസികളാണ് ഉള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ജൂലൈ 26-ന് മുന്നേ ആയിട്ട് രാവിലെ 11-ന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയി അവരെ
കണ്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണം. ചിലപ്പോൾ ചില എക്സാം പോലെ ക്വസ്റ്റ്യൻസ് പോലെ അവർ ചോദിക്കും, നമ്മൾ അത് അറ്റൻഡ് ചെയ്യണം. ദിവസവും നമുക്ക് 710 രൂപ നിരക്കിൽ 59 ദിവസത്തേക്കായിരിക്കും നിയമനം വരിക കേട്ടോ. അപ്പം ഇത് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ബേസാണ് വരിക. 59 ദിവസത്തേക്കേ ഉള്ളൂ. ഒരു ദിവസം 710 രൂപ വെച്ച് കിട്ടും. അപ്പോൾ 2 കുക്കിൻ്റെ വേക്കൻസികളുണ്ട്. അപ്പം നമ്മുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ അവർ സ്ഥിരമായിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. അപേക്ഷയും ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, പാസ്ബുക്ക് എന്നിവ സഹിതം വേണം എത്താനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ ആയിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നത്തെ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ പ്ലാന്റ് ഓപ്പറേറ്റർ നിയമനമാണ്. 1 വർഷത്തേക്കാണ് നിയമനം നടത്തുക. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ HDFCന് കീഴിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇതിലേതെങ്കിലും നമ്മൾ പാസ്സായവരായിരിക്കണം. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ ഗ്യാസിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ITI മെഡിക്കൽ ഗ്യാസ് കമ്പനികളിലോ ഓക്സിജൻ പ്ലാന്റിലോ മെഡിക്കൽ ഗ്യാസ് ഓപ്പറേഷനിലോ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപ്പം ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ജൂലൈ 25 മുൻപ് രാവിലെ 11 മുന്നായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് HDFCൻ്റെ ഓഫീസിൽ വേണം നമ്മൾ ചെല്ലാനായിട്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരിവിടെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്താൽ ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ജോബ് വേക്കൻസികൾ വരിക. ഈ ഒരു മാസം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബുകളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളവരും ഒക്കെ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.